നമസ്തേ സർവോദയം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി 1ാം പാഠത്തിലെ ഡി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെൻസ്. വേർ ഈസ് ദ പൊസിഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ? നമ്മൾ പീരിയോഡിക് ടേബിൾ കണ്ടിട്ടുള്ളതാണ്. ഡി ബ്ലോക്ക് എലമെൻസ് സെൻറ്ററിലുള്ളതല്ലേ. അപ്പോൾ അത് ഗ്രൂപ്പ് 3 മുതൽ 12 ഗ്രൂപ്പ് വരെയാണ് ഉള്ളത്. താഴെയുള്ള ടേബിളിൽ കാണാം നമുക്കത്. ഫ്രം വിച്ച് പീരീഡ് ഓൺവേർഡ്സ് ഡസ് ദ ഡി ബ്ലോക്ക് ബിഗിൻ? 4th പീരീഡ് മുതലാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആരംഭിക്കുന്നത്. ദ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇൻ ദ 4th പീരീഡ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ലാസ്റ്റ് 2 സബ്ഷെൽസ് 3D ആൻഡ് 4S ആർ ഗിവൺ ഇൻ ദ ടേബിൾ. അതിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ്? ഗ്രൂപ്പും എലമെൻറ്റും. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയാണ്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, അങ്ങനെ കുറേ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് നമ്പറും ഈ എലമെൻറ്റ്സിൻ്റെ ഇവിടെ കൊടുത്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇപ്പം സ്കാൻഡിയം എടുത്തു. സ്കാൻഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലെ 2 സബ്ഷെല്ലാണുള്ളത്, 3Dയും 4Sഉം. ഇപ്പം 3Dയിലെയും 4Sലെയും ഇലക്ട്രോൺ നോക്കൂ. സ്കാൻഡിയത്തിലേത് 3D1ഉം 4S2ഉം ആണ്. അപ്പോൾ ആ 2 ഇലക്ട്രോണും ആഡ് ചെയ്തു. 1 + 2 എത്രയാണ്? 3. അപ്പോൾ അതാണ് ഗ്രൂപ്പ് നമ്പർ 3. ടൈറ്റാനിയത്തിൻ്റേത് 3D2 4S2. അപ്പോൾ അതിൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ 4 ആണ്. ഇനി ലാസ്റ്റ് എലമെൻറ്റ് സിങ്കാണ്. സിങ്കിൻ്റേത് 3D10ഉം 4S2ഉം ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 10 + 2 12 കിട്ടി. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ ആഡ് ചെയ്താലാണ് ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നതെന്ന് മനസ്സിലായി. ഇതന്നെ ഒന്നും കൂടി നോക്കാം. പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എവിടെയാണ്? 3ാം ഗ്രൂപ്പ് മുതൽ 12ാം ഗ്രൂപ്പ് വരെ. ഏത് പീരീഡ് മുതലാണ് ഡി ബ്ലോക്ക് തുടങ്ങുന്നത്? ടീച്ചർ നേരത്തെ പറഞ്ഞു 4ാം പീരീഡ് മുതലാണെന്ന്. ഇനി ആ ലാസ്റ്റ് ടേബിൾ കണ്ടില്ലേ, ഗ്രൂപ്പ് മൂലകം. അപ്പോൾ അതിൽ നിന്ന് കാണാം 3D1ഉം 4S2ഉം. അപ്പോൾ സ്കാൻഡിയത്തിൻ്റേത് ഔട്ടർ മോസ്റ്റ് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 3 കിട്ടി. ഇനി വേറൊരു മൂലകം പറയാം ടീച്ചർ, ക്രോമിയം. ക്രോമിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടിയപ്പോൾ എന്തായി? 3D5ഉം 4S1ഉം ആണ്. അപ്പം 5ഉം 1ഉം കൂട്ടിയപ്പോൾ 6. അപ്പോൾ ക്രോമിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ 6 ആണ്. വേറെ ഒരെണ്ണം കോപ്പർ എടുക്കാം. Cu ആണ് കോപ്പർ. Cuവിൻ്റെ 3D10ഉം 4S1ഉം. 10ഉം 1ഉം കൂടി കൂട്ടിയപ്പോൾ എന്തായി? 11 ആണ് കോപ്പറിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പം ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ ബാഹ്യതമ ഷെല്ലിലെ ഡി സബ്ഷെല്ലിലെയും എസ് സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകൾ കൂട്ടിയാൽ മതി. Is there any relationship between group number and the total number of electrons present in the 3D and 4S subshells? എന്തെങ്കിലും ബന്ധമുണ്ടോ? എക്സാമിൻ നമ്മൾ നേരത്തെ കണ്ടതാ. The group number of the D block elements will be the same as the sum of electrons in the outermost S subshell and the number of electrons in the preceding D subshell. അല്ലേ? നമുക്കൊന്നുകൂടി നോക്കാത്. 3D 4S ഇലക്ട്രോണുകളുടെ ആകെ എണ്ണവും ഗ്രൂപ്പ് നമ്പറും തമ്മിൽ ബന്ധമുണ്ടോ? പരിശോധിക്കൂ. ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ട് മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, അതായത് എഴുതി വരുമ്പോൾ 4S ആണ് അവസാനമായിട്ട് എഴുതുക, ഷെൽ ഓർഡറിൽ എഴുതുമ്പോൾ. ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ട് മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ 3D അല്ലേ 3Dയിലെ എണ്ണവും
കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. ഇനി അടുത്ത് നമുക്ക് എന്ത് നോക്കാം? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ദ ഡി സബ്ഷെൽ ഓഫ് ദ പെനൾട്ടിമേറ്റ് ഷെൽ. ദേ ആർ ഓൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതായത് നമ്മളിങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലാണെങ്കിൽ അത് ഏതായി? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അതിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ 4s കഴിഞ്ഞിട്ടാണ് 3D വരിക. പിന്നെ നമ്മൾ ഷെൽ ഓർഡറിൽ എഴുതുമ്പോഴാണ് 4s അവസാനത്തിൽ എഴുതുക. അപ്പോൾ ഇലക്ട്രോൺ അവസാനം എന്ന് പറയുന്നത് ഡി സബ്ഷെല്ലിലാണ്. അപ്പം അങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പ്രത്യേകതകൾ പരിശോധിക്കാം. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ നടക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ടീച്ചർ നേരത്തെ പറഞ്ഞു ബാഹ്യതമ ഷെല്ലായിട്ട് വരുമ്പോൾ ഏതാണ്? 4s ആയിട്ട് എഴുതുക, കാരണം ഷെൽ ഓർഡറിൽ എഴുതുമ്പോൾ. പക്ഷെ അവസാന ഇലക്ട്രോൺ പൂരണം ഇതെല്ലാം നടക്കുന്നത് 3Dയിലാണ്, ഡി സബ്ഷെല്ലിലാണ്. അപ്പം അങ്ങനെയുള്ള മൂലകങ്ങളാണ് ഏത്? സംക്രമണ മൂലകങ്ങളെന്ന് നമ്മൾ പേരിട്ടു. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങളെ നമ്മൾ എന്ത് പേരിട്ടു? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും നമ്മൾ പറയും. ഇനി ടീച്ചർ ഒരു തുടർ പ്രവർത്തനം നിങ്ങൾക്ക് തരാം. ഡി ബ്ലോക്ക് മൂലകങ്ങളെക്കുറിച്ച് കുറേ പഠിച്ചു അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് യോജിക്കുന്നവയ്ക്ക് അടയാളം നൽകൂ. എന്തൊക്കെ ഇവിടെ പോയിന്റുകൾ തന്നിരിക്കണേ? ഇവ ലോഹങ്ങളാണ്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിനെ തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവ ലോഹങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ട മൂലകങ്ങളൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും കുറേയൊക്കെ. അവ ലോഹങ്ങളാണോ? പിന്നെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിനെ തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ്. അത് നേരത്തെ പറഞ്ഞു നമ്മൾ. 4sനേക്കാൾ മുമ്പ് അവസാനം നടക്കുന്നത് ഇലക്ട്രോൺ പൂരണം എവിടെയാണ്? 3Dയിലാണ്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിനെ തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ്. ശരിയല്ലേ? ഇനി 4ാം പീരീഡിലെ ഇത്തരം മൂലകങ്ങളുടെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് 4sലാണ്. ആണോ? 4sലാണോ അതോ 3Dയിലാണോ? ടീച്ചർ നേരത്തെ പറഞ്ഞു. അപ്പം ഇതിന് ശരിയാണോ തെറ്റാണോ എടുക്കേണ്ടതെന്ന് ആലോചിക്കുക. ഇവ പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു. ഇത് ആദ്യം മുതലേ പറയണതാ, ഏത് ഗ്രൂപ്പ് മുതൽ ഏത് ഗ്രൂപ്പ് വരെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളെന്ന്. ചെയ്തൂടെ? ഇതന്നെ ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ദീസ് ആർ മെറ്റൽസ്. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ. കണ്ടു, ലാസ്റ്റ് ഇലക്ട്രോൺ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് തൊട്ടു മുമ്പിലുള്ള ഷെല്ലിലാണോ അവസാനിപ്പിക്കുന്നത് ഇലക്ട്രോൺ ഫില്ലിങ്? ഇൻ ദ കേസ് ഓഫ് ദീസ് എലമെൻറ്റ്സ് ഇൻ ദ 4th പീരീഡ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ 4s. 4sലാണോ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്? അത് ആലോചിച്ചറിയാം. ദീസ് ആർ ഫൗണ്ട് ഇൻ ഗ്രൂപ്പ്സ് 3 to 12 ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അപ്പം ഇത് ചെയ്തുകൂടെ? അപ്പം ഇത്രയൊക്കെ എല്ലാവരും നോട്ടിൽ എഴുതുക, നന്നായി പഠിക്കുക. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് കാണാനും അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കില്ല. നന്നായി പഠിക്കുക, നോട്ട് എഴുതി ടീച്ചർക്ക് അയച്ചു തരിക. താങ്ക്സ്.